നമസ്കാരം സുഹൃത്തുക്കളെ, എൻ്റെ പേര് അശ്വതി. വെൽക്കം ടു ഹർഷിതം എഡ്യൂടെക്. PSC അടുത്തിടെ ചോദിച്ച ജോഗ്രഫി വിഭാഗത്തിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ക്ലാസ്സിലേക്ക് പോകാം. ആദ്യത്തെ ചോദ്യം, നിസാം സാഗർ നദീതട പദ്ധതി ഏത് നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഗോദാവരി. ഗോദാവരിയിലാണ് നിസാം സാഗർ നദീതട പദ്ധതി സ്ഥിതി ചെയ്യുന്നത്. ഗോദാവരിയിലാണ് നിസാം സാഗർ നദീതട പദ്ധതി സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയുടെ ഏറ്റവും തെക്കേ അറ്റത്തുള്ള മേജർ തുറമുഖം ഏതാണ്? തൂത്തുക്കുടി. തൂത്തുക്കുടിയാണ് ഇന്ത്യയുടെ ഏറ്റവും തെക്കേ അറ്റത്തുള്ള മേജർ തുറമുഖം. ദക്ഷിൺ എന്ന സംസ്കൃത പദത്തിൽ നിന്ന് പേര് ലഭിച്ച പീഠഭൂമി ഏത്? ഡെക്കാൻ പീഠഭൂമിയാണ്. ഡെക്കാൻ പീഠഭൂമി. ഇപ്പൊ ഇന്ത്യയിലെ ഏറ്റവും പഴക്കമേറിയ ഭൂവിഭാഗം ഏതാണ്? ഉപദ്വീപീയ പീഠഭൂമിയാണ് ഇന്ത്യയിലെ ഏറ്റവും പഴക്കമേറിയ ഭൂവിഭാഗം. ഛോട്ടാ നാഗ്പൂർ പീഠഭൂമി, ഇന്ത്യയുടെ ധാതു കലവറ എന്നറിയപ്പെടുന്ന പീഠഭൂമി ഏതാണ്? ഛോട്ടാ നാഗ്പൂർ പീഠഭൂമി ഇന്ത്യയുടെ ധാതു കലവറ എന്നറിയപ്പെടുന്ന പീഠഭൂമിയാണ് ഛോട്ടാ നാഗ്പൂർ പീഠഭൂമി. ഛോട്ടാ നാഗ്പൂർ പീഠഭൂമിയിലൂടെ ഒഴുകുന്ന നദി ഏതാ? ദാമോദർ നദിയാണ്. ദാമോദർ നദി. മാൾവ പീഠഭൂമി വിന്ധ്യ മലനിരകൾക്കും ആരവല്ലി മലനിരകൾക്കും ഇടയ്ക്ക് സ്ഥിതി ചെയ്യുന്ന പീഠഭൂമിയാണ് മാൾവ പീഠഭൂമി. ആരവല്ലി ഇന്ത്യയിലെ ഏറ്റവും പഴക്കമേറിയ പർവ്വതനിര ഏതാണെന്ന് ചോദിച്ചാൽ ആരവല്ലി പർവ്വതനിരയാണ് ഇന്ത്യയിലെ ഏറ്റവും പഴക്കമേറിയ പർവ്വതനിര. ആരവല്ലി പർവ്വതനിരയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ്? മൗണ്ട് ഗുരു ശിഖർ. മൗണ്ട് ഗുരു ശിഖറാണ് ആരവല്ലി പർവ്വതനിരയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി. ആരവല്ലി പർവ്വതനിരയിലെ സുഖവാസ കേന്ദ്രം ഏതാ? മൗണ്ട് അബു സുഖവാസ കേന്ദ്രം. മൗണ്ട് അബു സുഖവാസ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് ആരവല്ലി പർവ്വതനിരയിലാണ്. ഇനി മൗണ്ട് അബുവിൽ സ്ഥിതി ചെയ്യുന്ന പ്രസിദ്ധമായ ജൈനമത കേന്ദ്രം ഏതാണ്? ദിൽവാര ക്ഷേത്രമാണ്. ദിൽവാര ക്ഷേത്രം. അപ്പൊ ഈ മാൾവ പീഠഭൂമിയുടെ വടക്കു പടിഞ്ഞാറൻ അതിർത്തിയിൽ സ്ഥിതി ചെയ്യുന്ന പർവ്വതനിരയാണ് ഏത്? ആരവല്ലി. ആരവല്ലി. ആരവല്ലി പർവ്വതനിരയിലെ സുഖവാസ കേന്ദ്രം മൗണ്ട് അബു. മൗണ്ട് അബുവിൽ സ്ഥിതി ചെയ്യുന്ന തടാകം ഏതാണ്? നക്കി തടാകം. നക്കി തടാകമാണ് മൗണ്ട് അബുവിൽ സ്ഥിതി ചെയ്യുന്ന തടാകം. അടുത്ത ചോദ്യം, ഹിമാചൽ പ്രദേശിനെ ലഡാക്കുമായി ബന്ധിപ്പിക്കുന്ന ചുരം ഏത്? ബാര ലാസ്ല ചുരമാണ് ഹിമാചൽ പ്രദേശിനെ ലഡാക്കുമായി ബന്ധിപ്പിക്കുന്ന ചുരം. അപ്പൊ ബാര ലാസ്ല ചുരം ലാഹുൽ ലഡാക്ക്. ലാഹുൽ ലഡാക്ക് എന്നോ ഹിമാചൽ പ്രദേശ് ലഡാക്ക് എന്നോ തരാം. നമ്മുടെ ഹർഷിതം എഡ്യൂടെക് ആപ്പിൽ ഇനി വരാനിരിക്കുന്ന പരീക്ഷകൾക്കൊക്കെ വേണ്ടിയിട്ട് പുതിയ കോഴ്സുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നടക്കുന്ന 10th പ്രിലിംസ് എക്സാമിന് വേണ്ടി 10th പ്രിലിംസ് ബാച്ച് ഉണ്ട്. അതിൽ ഇപ്പോൾ കഴിഞ്ഞ phase 1 എക്സാമിൻ്റെ 100 ക്വസ്റ്റ്യൻസിൻ്റെയും റിലേറ്റഡ് ഫാക്ട്സ് ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഞാനൊരു സർക്കാർ ഉദ്യോഗസ്ഥ ആയ രീതിയിൽ ഞാൻ പഠിച്ച രീതിയിലാണ് ആപ്പിലെ എല്ലാ ക്ലാസ്സുകളും അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. എല്ലാ ക്ലാസ്സുകളും ഞാൻ തന്നെയാണ് എടുത്തിരിക്കുന്നത്. ഫുൾ സിലബസ് കവറേജ് ആണ്. അപ്പോൾ 10th പ്രിലിംസിന്റെ ക്ലാസ് എടുത്താലും 10th മെയിൻസിന്റെ പ്രിലിംസ് ആൻഡ് മെയിൻസ് ഇൻക്ലൂഡ് ആയിട്ടുള്ള ബാച്ച് ഉണ്ട്. അതുപോലെ ഫയർമാന്റെ ബാച്ച് ഉണ്ട്. ജനറൽ PSC ആണ് നിങ്ങൾക്ക് വേണമെങ്കിൽ അതിന്റെ ബാച്ച് ഉണ്ട്. വരാനിരിക്കുന്ന കമ്പനി LGS, ബെർക്കോ LD, വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ്, ഇതിനൊക്കെ വേണ്ടിയിട്ട് ബാച്ച് കോഴ്സുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാം ഞാൻ എങ്ങനെയാണോ പഠിച്ച് ഒരു സർക്കാർ ഉദ്യോഗസ്ഥയായത് ആ ഒരു രീതിയിലാണ് ക്ലാസ്സുകളെല്ലാം അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഫുൾ സിലബസ് കവറേജ് ആയിട്ടുള്ള ക്ലാസ്, ഷോർട്ട് കറണ്ട് അഫയേഴ്സ്, മന്ത്ലി കറണ്ട് അഫയേഴ്സ്, SCRT, NCRT ക്ലാസ്സുകൾ, PSC പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വിത്ത് റിലേറ്റഡ് ഫാക്ട്സ് എല്ലാം ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ ഹർഷിതം എഡ്യൂടെക് ആപ്പിലാണ് ക്ലാസ്സുകൾ വരുന്നത്. ആപ്പ് ഡൗൺലോഡ് ചെയ്യാൻ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം. കൂടാതെ പ്ലേ സ്റ്റോറിൽ ഹർഷിതം എഡ്യൂടെക് എന്ന് സെർച്ച് ചെയ്താലും നമ്മുടെ ആപ്പ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഒരുപാട് അവസരങ്ങളാണ് വരുന്നത്. ഒന്നും പാഴാക്കരുത്. കിട്ടുന്ന അവസരങ്ങളിൽ കയറി പോകാൻ വേണ്ടി നോക്കാം. സോജില ചുരം ബന്ധിപ്പിക്കുന്നത് ശ്രീനഗർ കാർഗിൽ. സോജില ചുരം ബന്ധിപ്പിക്കുന്നത് ശ്രീനഗർ കാർഗിൽ. ബെനിഹാൾ ചുരം ബന്ധിപ്പിക്കുന്നത് ജമ്മു ശ്രീനഗർ. ലിബുലെ ചുരം ബന്ധിപ്പിക്കുന്നത് ഉത്തരാഖണ്ഡ് ടിബറ്റ്. ജലപ്ല ചുരം സിക്കിമിനെ ലാസയുമായി ബന്ധിപ്പിക്കുന്നു. നാഥുല ചുരം ബന്ധിപ്പിക്കുന്നത് സിക്കിം ടിബറ്റ്. പാലക്കാട് ചുരം പാലക്കാടിനെ കോയമ്പത്തൂരുമായി ബന്ധിപ്പിക്കുന്നു. ബെനിഹാൾ ചുരം ജമ്മു ശ്രീനഗർ ബെനിഹാൾ ചുരം. റോഹ്താങ് ചുരം ഹിമാചൽ പ്രദേശിലാണ് സ്ഥിതി ചെയ്യുന്നത്. കുളു ലാഹുൽ എന്നിവയെ സ്പിതി താഴ്വരയുമായി ബന്ധിപ്പിക്കുന്ന ചുരം ഏതാണ്? റോഹ്താങ് ചുരമാണ്.
അടുത്ത ചോദ്യം നോക്കാം. ഏത് രേഖാംശത്തിലെ സമയമാണ് ഇന്ത്യയുടെ പൊതുവായ സമയമായി അംഗീകരിച്ചിട്ടുള്ളത്? 82.5 പൂർവ്വ രേഖാംശം. 82.5 പൂർവ്വ രേഖാംശത്തിലെ സമയമാണ് ഇന്ത്യയുടെ പൊതുവായ സമയമായി അംഗീകരിച്ചിട്ടുള്ളത്. അടുത്ത ചോദ്യം. കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ഏതാണ്? പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതിയാണ് കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി. വലുത് ചോദിച്ചാൽ ഇടുക്കി. കേരളത്തിലെ ഏറ്റവും വലിയ കോട്ട സ്ഥിതി ചെയ്യുന്നത് ഏത് വില്ലേജിലാണ്? ഏത് വില്ലേജിലാ? പള്ളിക്കര വില്ലേജിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ കോട്ട സ്ഥിതി ചെയ്യുന്നത്. താഴെ പറയുന്നവയിൽ ഏത് വിളയുടെ ഉൽപാദനത്തിലാണ് സംസ്ഥാന അടിസ്ഥാനത്തിൽ കേരളത്തിന് 2ാം സ്ഥാനമുള്ളത്? കാപ്പിയുടെ ഉൽപാദനത്തിനാണ്. കാപ്പി. 1859 കേരളത്തിൽ എവിടെയാണ് ആദ്യത്തെ കയർ ഫാക്ടറി ആരംഭിച്ചത്? ആലപ്പുഴ. ആലപ്പുഴയിലാണ് 1859 കേരളത്തിൽ ആദ്യത്തെ കയർ ഫാക്ടറി ആരംഭിച്ചത്. താഴെ പറയുന്നവയിൽ ആനമുടിയെക്കുറിച്ചുള്ള തെറ്റായ പരാമർശം എന്ത്? ആനമുടിയെക്കുറിച്ചുള്ള തെറ്റായ പരാമർശം കേരളത്തിലെ വയനാട് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു. ഇടുക്കി ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യൻ ഉപദ്വീപീയ പീഠഭൂമിയിലെ ഏറ്റവും ഉയരമേറിയ കൊടുമുടിയാണ് ആനമുടി. ശരിയാണ്. ഇരവികുളം ദേശീയോദ്യാനം ഉൾപ്പെടുന്ന പ്രദേശം. ശരിയാണ്. ഏകദേശം 2695 മീറ്റർ ആണ് ഉയരം. അടുത്ത ചോദ്യം. ഇന്ത്യയിലെ ആദ്യത്തെ അണ്ടർ വാട്ടർ മെട്രോ ടണൽ ഉദ്ഘാടനം ചെയ്തത് എവിടെ? കൊൽക്കത്തയിലാണ്. കൊൽക്കത്ത. ഇന്ത്യയിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടിയായ മൗണ്ട് K2 സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? മൗണ്ട് K2 കാരക്കോറം റേഞ്ചസിലാണ് മൗണ്ട് K2 സ്ഥിതി ചെയ്യുന്നത്. ഇരുമ്പിന്റെ അംശം ഉള്ളതുകൊണ്ടാണ് ചെമ്മണ്ണിന് ചുവപ്പ് നിറം. ഇന്ദ്രാവതി ഏത് നദിയുടെ പോഷക നദിയാണ്? ഇന്ദ്രാവതി ഗോദാവരി നദിയുടെ പോഷക നദിയാണ്. ഇന്ദ്രാവതി ഗോദാവരി. പാമ്പാടും ചോലയെ നാഷണൽ പാർക്കായി പ്രഖ്യാപിച്ച വർഷമേത്? 2003. 2003 പാമ്പാടും ചോലയെ നാഷണൽ പാർക്കായി പ്രഖ്യാപിച്ചത്. ലോകരാജ്യങ്ങളിൽ വലുപ്പത്തിൽ 7ാം സ്ഥാനമാണ് ഇന്ത്യക്കുള്ളത്. ഇന്ത്യയുടെ വിസ്തൃതി എത്ര? 3.28 ദശലക്ഷം ചതുരശ്ര കിലോമീറ്റർ ആണ്. 3.28 ദശലക്ഷം ചതുരശ്ര കിലോമീറ്റർ ആണ് ഇന്ത്യയുടെ വിസ്തൃതി. ഇടുക്കി ജലവൈദ്യുത പദ്ധതി നിലവിൽ വന്ന കാലഘട്ടത്തിലെ ഇന്ത്യൻ പ്രധാനമന്ത്രി ആര്? ഇന്ദിരാഗാന്ധിയാണ്. ഇന്ദിരാഗാന്ധി. അടുത്ത ചോദ്യം. കക്കാട് ജലസേചന പദ്ധതി സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ്? പത്തനംതിട്ട ജില്ലയിലാണ് കക്കാട് ജലസേചന പദ്ധതി സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിന്റെ ഔദ്യോഗിക ഫലമായി ചക്ക പ്രഖ്യാപിക്കപ്പെട്ട വർഷം ഏത്? 2018 കേരളത്തിന്റെ ഔദ്യോഗിക ഫലമായി ചക്ക പ്രഖ്യാപിക്കപ്പെട്ടത്. കേരളത്തിൽ ശതമാനാടിസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ വനഭൂമിയുള്ളത് ഏത് ജില്ലയിലാണ്? വയനാട് ജില്ലയിലാണ് ശതമാനാടിസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ വനഭൂമിയുള്ളത്. പാതിരാമണൽ ദ്വീപ് സ്ഥിതി ചെയ്യുന്ന ജില്ല ഏത്? ആലപ്പുഴ. ആലപ്പുഴ ജില്ലയിലാണ് പാതിരാമണൽ ദ്വീപ് സ്ഥിതി ചെയ്യുന്നത്. F ആകൃതിയിലുള്ള കേരളത്തിലെ കായൽ ഏത്? ശാസ്താംകോട്ട കായലിന്റെ ആകൃതിയാണ് F ആകൃതി. താഴെ പറയുന്ന കേരളത്തിലെ വന്യജീവി സങ്കേതങ്ങളെയും സംരക്ഷിത ജീവികളെയും ചേരുംപടി ചേർക്കുക. റീഡ് തവളകൾ കാണപ്പെടുന്നത് കക്കയമാണ്. കക്കയം. ചാമ്പൽ മലയണ്ണാൻ കാണപ്പെടുന്നത് ചിന്നാർ വന്യജീവി സങ്കേതം. സിംഹവാലൻ കുരങ്ങുകൾ കാണപ്പെടുന്നത് സൈലന്റ് വാലി ദേശീയോദ്യാനത്തിൽ. വരയാടുകൾ കാണപ്പെടുന്നത് ഇരവികുളം ദേശീയോദ്യാനത്തിൽ. ഇങ്ങനെയാണ് ചേരുംപടി ചേർക്കേണ്ടത്. റീഡ് തവളകൾ കക്കയം, ചാമ്പൽ മലയണ്ണാനും നക്ഷത്ര ആമകളും കാണപ്പെടുന്നത് ചിന്നാർ വന്യജീവി സങ്കേതം. സിംഹവാലൻ കുരങ്ങ് സൈലന്റ് വാലി, വരയാട് ഇരവികുളം. അടുത്ത ചോദ്യം. താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏതെല്ലാമാണ്? ഇന്ത്യയുടെ തെക്ക് വടക്ക് നീളം 3214 കിലോമീറ്റർ. ശരിയാണ്. ഇന്ത്യയുടെ മാനക രേഖാംശം 82.5 പൂർവ്വ രേഖാംശം. ശരിയാണ്. ഇന്ത്യയുടെ ഏറ്റവും വടക്കേ അറ്റത്തുള്ളത് ഇന്ദിരാ കോൾ. ശരിയാണ്. ഇന്ത്യയുടെ ഏറ്റവും തെക്കേ അറ്റത്തുള്ളത് ഇന്ദിരാ പോയിന്റ്. ശരിയാണ്. എല്ലാം ശരിയാണ്. ഈ തന്നിരിക്കുന്ന 4 പ്രസ്താവനകളും ശരിയാണ്. ഇന്ത്യയിലെ ജലസേചന പദ്ധതികളുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ താഴെ നൽകിയിരിക്കുന്നു. ഇതിൽ ശരിയായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. ഇതിൽ തന്നിരിക്കുന്നത് ജലസേചന പദ്ധതിയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളാണ്. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ അണക്കെട്ട് ഹിരാക്കുഡ്. ഹിരാക്കുഡ് സ്ഥിതി ചെയ്യുന്ന നദി ഏതാണ്? ഹിമ എന്നോർത്താൽ മതി. മഹാനദി ഒഡീഷയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ കല്ലണക്കെട്ടാണ് നാഗാർജുന സാഗർ. ഈ 2 പ്രസ്താവനകളാണ് ശരിയായിട്ടുള്ളത്.
അടുത്ത ചോദ്യം, പെരിയാറിന്റെ നീളം എത്ര കിലോമീറ്റർ ആണ്? ഈ ചോദ്യം PSC ഡിലീറ്റ് ചെയ്തു. 244 കിലോമീറ്റർ ആണ് പെരിയാറിന്റെ നീളം. അടുത്ത ചോദ്യം, ഇന്ത്യയുടെ അതിർത്തി ശരിയായി ക്രമപ്പെടുത്തുക. ഇന്ത്യയുടെ കിഴക്ക് ബംഗാൾ ഉൾക്കടലാണ്. ഇന്ത്യയുടെ കിഴക്ക് ബംഗാൾ ഉൾക്കടൽ. പടിഞ്ഞാറ് അറബിക്കടലാണ്. പടിഞ്ഞാറ് അറബിക്കടൽ. തെക്ക് ഇന്ത്യൻ മഹാസമുദ്രമാണ്. വടക്ക് ഹിമാലയ പർവ്വതം. അപ്പൊ കിഴക്ക് ബംഗാൾ ഉൾക്കടൽ, പടിഞ്ഞാറ് അറബിക്കടൽ, തെക്ക് ഇന്ത്യൻ മഹാസമുദ്രം, വടക്ക് ഹിമാലയ പർവ്വതം. ഇങ്ങനെയാണ് കറക്റ്റായിട്ട് ചേരുംപടി ചേർക്കേണ്ടത്. ഇന്ത്യയുടെ ഭക്ഷ്യകലവറ എന്നറിയപ്പെടുന്നത് സമതലങ്ങളാണ്. ഇന്ത്യയുടെ ഭക്ഷ്യകലവറ എന്നറിയപ്പെടുന്നത് സമതലങ്ങളാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ പീഠഭൂമി ഏതാണ്? ഇന്ത്യയിലെ ഏറ്റവും വലിയ പീഠഭൂമി ഡക്കാൻ പീഠഭൂമി. ഡക്കാൻ പീഠഭൂമി. ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരിപ്പാടം ഏതാണ്? ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരിപ്പാടം ഝാറിയയാണ്. ഝാറിയയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരിപ്പാടം. താഴെ കൊടുത്തിട്ടുള്ളവയിൽ നിന്നും പുനഃസ്ഥാപന ശേഷിയുള്ളതും ചെലവ് കുറഞ്ഞതും പരിസ്ഥിതി പ്രശ്നങ്ങൾ ഉണ്ടാക്കാത്തതുമായ ഊർജ സ്രോതസ്സുകൾ കണ്ടെത്തുക. ഇവിടെ തന്നിരിക്കുന്നതിൽ വേലിയോർജം, ജൈവവാതകം, സൗരോർജം എന്നിവയാണ് പുനഃസ്ഥാപന ശേഷിയുള്ളതും ചെലവ് കുറഞ്ഞതും പരിസ്ഥിതി പ്രശ്നങ്ങൾ ഉണ്ടാക്കാത്തതുമായ ഊർജ സ്രോതസ്സുകൾ. വേലിയോർജം, ജൈവവാതകം, സൗരോർജം. താഴെ തന്നിരിക്കുന്നവയിൽ ഖാരിഫ് വിളകൾ അല്ലാത്തത് ഏത്? ഖാരിഫ് വിളകൾ അല്ലാത്തത് ഗോതമ്പ്, കടുക്, പുകയില, പഴവർഗ്ഗങ്ങൾ. ഗോതമ്പ്, കടുക്, പുകയില റാബി വിളയാണ്. പഴവർഗ്ഗങ്ങൾ സെയ്ദാണ്. നെല്ല്, പരുത്തി, ചണം, കരിമ്പ്, ചോളം, നിലക്കടല എന്നിവ ഖാരിഫ് വിളകളാണ്. ഖാരിഫ് വിളകൾ. അടുത്ത ചോദ്യം, യൂണിവേഴ്സൽ ഫൈബർ എന്നറിയപ്പെടുന്നത് പരുത്തിയാണ്. ചണം ഗോൾഡൻ ഫൈബർ എന്നാണ് അറിയപ്പെടുന്നത്. ഗോൾഡൻ ഫൈബർ. സുവർണനാര്. കരിമ്പ് കൃഷിയുമായി ബന്ധമില്ലാത്ത പ്രസ്താവന ഏതാണ്? ഓപ്ഷൻ സി ആണ് ബന്ധമില്ലാത്തത്. അപ്പോൾ ബന്ധമുള്ള പ്രസ്താവനകൾ ഏതൊക്കെ? ഉഷ്ണമേഖലാ വിളയായ കരിമ്പിന് ചൂടും മഴയുമുള്ള കാലാവസ്ഥയാണ് വേണ്ടത്. കറുത്ത മണ്ണ്, എക്കൽ മണ്ണ് തുടങ്ങിയ മണ്ണിനങ്ങൾ കരിമ്പ് കൃഷിക്ക് അനുയോജ്യമാണ്. കരിമ്പ് വിളവെടുത്തു കഴിഞ്ഞാൽ ഉടൻ തന്നെ ഫാക്ടറികളിൽ എത്തിച്ച് അതിന്റെ നീരെടുത്തില്ലെങ്കിൽ കരിമ്പിന്റെ സൂക്രോസിന്റെ അളവ് കുറയും. ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ഒരുപാട് വട്ടം PSC ചോദിച്ചിട്ടുണ്ട്, ഓർത്തിരിക്കണേ. കരിമ്പ് വിളവെടുത്ത് കഴിഞ്ഞാൽ കരിമ്പിന്റെ ഫാക്ടറികൾ അടുത്ത് തന്നെ ഉണ്ടായിരിക്കും. അതെന്തിനു വേണ്ടിയിട്ടാണ്? ഇതാണ് അതിന്റെ റീസൺ. കരിമ്പ് വിളവെടുത്ത് കഴിഞ്ഞാൽ ഉടൻ തന്നെ ഫാക്ടറികളിൽ എത്തിച്ച് അതിന്റെ നീരെടുത്തില്ലെങ്കിൽ കരിമ്പിന്റെ സൂക്രോസിന്റെ അളവ് എന്ത് ചെയ്യും? കുറയും. അടുത്ത ചോദ്യം, പാത്രക്കടവ് വെള്ളച്ചാട്ടം ഏത് നദിയുടെ ഭാഗമാണ്? കുന്തിപ്പുഴയുടെ ഭാഗമാണ് പാത്രക്കടവ് വെള്ളച്ചാട്ടം. വയനാട് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന എടക്കൽ ഗുഹകൾ ഏത് കാലഘട്ടത്തിന്റെ അവശേഷിപ്പുകളാണ്? നവീന ശിലായുഗത്തിന്റെ അവശേഷിപ്പുകളാണ് വയനാട് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന എടക്കൽ കേവ്സ്. ഏറ്റവും കൂടുതൽ കണ്ടൽക്കാടുകൾ ഉള്ള ജില്ല ഏതാണ്? കണ്ണൂർ ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ കണ്ടൽക്കാടുകൾ ഉള്ളത്. സൈലന്റ് വാലി ദേശീയോദ്യാനമായി പ്രഖ്യാപിക്കപ്പെട്ട വർഷമേത്? 1984 സൈലന്റ് വാലി ദേശീയോദ്യാനമായി പ്രഖ്യാപിക്കപ്പെട്ടത്. ബാണാസുര സാഗർ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ്? വയനാട് ജില്ലയിലാണ് ബാണാസുര സാഗർ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിലെ ആദ്യത്തെ കാറ്റാടി വൈദ്യുത നിലയം ഏതാണ്? കഞ്ചിക്കോട് കാറ്റാടിപ്പാടം. കേരളത്തിലെ ആദ്യത്തെ കാറ്റാടി വൈദ്യുത നിലയം ഏതാ? കഞ്ചിക്കോട് കാറ്റാടിപ്പാടം. കേരളത്തിലെ ഏറ്റവും വലിയ റെയിൽവേ സ്റ്റേഷൻ ഏതാണ്? ഷൊർണൂരാണ് കേരളത്തിലെ ഏറ്റവും വലിയ റെയിൽവേ സ്റ്റേഷൻ. അടുത്ത ചോദ്യം, ഇന്ത്യയുടെ ഭൂമിശാസ്ത്ര വിവരങ്ങളിലെ തെറ്റ്. ഭൂമിശാസ്ത്ര വിവരങ്ങളിലെ തെറ്റ് ബിയും ഡിയും തെറ്റാണ്. അപ്പൊ ശരിയായിട്ടുള്ളത് നോക്കാം. അപ്പൊ ശരിയായിട്ടുള്ളത് അക്ഷാംശം 8 ഡിഗ്രി 4 മിനിറ്റ് വടക്ക് മുതൽ 37 ഡിഗ്രി 6 മിനിറ്റ് വടക്ക് വരെ. രേഖാംശം 68 ഡിഗ്രി 7 മിനിറ്റ് കിഴക്ക് മുതൽ 97 ഡിഗ്രി 25 മിനിറ്റ് കിഴക്ക് വരെ. അടുത്ത ചോദ്യം, ലോകത്തിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന യുദ്ധഭൂമി ഏതാണ്? സിയാച്ചിൻ ആണ് ലോകത്തിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന യുദ്ധഭൂമി. ഇന്ത്യയുടെ ഭൂപ്രകൃതി സവിശേഷത. ഒറ്റയാനെ കണ്ടെത്തുക. ഹിമാലയമാണ് ഒറ്റയാൻ. ഹിമാലയം ഉത്തരപർവ്വത മേഖല, ഉത്തരേന്ത്യൻ സമതലം, തീര സമതലങ്ങളും ദ്വീപുകളും എല്ലാം ഇന്ത്യയുടെ ഭൂപ്രകൃതിയിൽ ഉൾപ്പെടുന്നതാണ്. അടുത്ത ചോദ്യം, കേരളത്തിന്റെ ഭൂപ്രകൃതി സവിശേഷതകളിൽ ശരി ഏത്? അക്ഷാംശം 8 ഡിഗ്രി 18 മിനിറ്റ് വടക്ക് മുതൽ 12 ഡിഗ്രി 48 മിനിറ്റ് വടക്ക് വരെ. രേഖാംശം 74 ഡിഗ്രി 52 മിനിറ്റ് കിഴക്ക് മുതൽ 77 ഡിഗ്രി 22 മിനിറ്റ് കിഴക്ക് വരെ. ഭൂപ്രകൃതിയുടെ അടിസ്ഥാനത്തിൽ കേരളത്തെ മലനാട്, ഇടനാട്, തീരപ്രദേശം എന്നിങ്ങനെ തിരിക്കാം. എല്ലാം ശരിയാണേ. അടുത്തത്, സൂചനകളിൽ നിന്നും പ്രദേശം തിരിച്ചറിയുക. 3 സൂചനകൾ തന്നിട്ടുണ്ട്. ഏതാണ് പ്രദേശമെന്ന് തിരിച്ചറിയുക.
പശ്ചിമഘട്ടത്തിന്റെ പൂർവ്വഭാഗത്തുള്ള തമിഴ്നാടിനെയും പശ്ചിമഭാഗത്തുള്ള കേരളത്തിനെയും യോജിപ്പിക്കുന്ന മലമ്പാത ഏകദേശം 40 കിലോമീറ്റർ വീതിയുണ്ട്. ഇതിലെ ഏറ്റവും താഴ്ന്ന പ്രദേശം തൃശ്ശൂരിലാണ്. ഉത്തരം പാലക്കാട് ചുരമാണ്. പാലക്കാട് ചുരം. കേരളത്തിലെ നദികളെ നീളത്തിന്റെ അടിസ്ഥാനത്തിൽ നീളം കൂടിയത് ആദ്യം എന്ന രീതിയിൽ പട്ടികപ്പെടുത്തുക. ഇവിടെ തന്നിരിക്കുന്ന നദികളെയാണ്. ഭാരതപ്പുഴ, പമ്പ, ചാലിയാർ, കടലുണ്ടി, കല്ലടയാർ. ഭാരതപ്പുഴ, പമ്പ, ചാലിയാർ, കടലുണ്ടി, കല്ലടയാർ. അടുത്ത ചോദ്യം, കേരളത്തിലെ നദികൾ ഒറ്റയാനെ കണ്ടെത്തുക. ഇവിടെ നെയ്യാറാണ് ഉത്തരം. നെയ്യാർ. താഴെ തന്നിരിക്കുന്നതിൽ കേരളത്തിലെ ദേശീയ ജലപാത ഏതാണ്? NW3 ആണ്. NW3. കേരളത്തിലെ വൈദ്യുത പദ്ധതികൾ അവ സ്ഥിതി ചെയ്യുന്ന ജില്ലകൾ ഒറ്റയാനെ കണ്ടെത്തുക. സിയാൽ പദ്ധതി എറണാകുളം. സിയാൽ പദ്ധതി എറണാകുളം എന്നതാണ് ഒറ്റയാൻ. ശബരിഗിരി പത്തനംതിട്ടയിലാണ്. ഇടുക്കി പദ്ധതി ഇടുക്കി. കുറ്റിയാടി പദ്ധതി കോഴിക്കോട്. അടുത്ത ചോദ്യം, കേരളത്തിന്റെ മത്സ്യബന്ധന വകുപ്പ് മന്ത്രി ആരാണ്? സജി ചെറിയാനാണ്. സജി ചെറിയാൻ. താഴെ തന്നിട്ടുള്ള സൂചനയിൽ നിന്ന് കേരളത്തിലെ വന്യജീവി സങ്കേതം കണ്ടെത്തുക. പശ്ചിമഘട്ടത്തിലെ മഴനിഴൽ പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ഏക വന്യജീവി സങ്കേതം വംശനാശ ഭീഷണി നേരിടുന്ന ചാമ്പൽ മലയണ്ണാന്റെയും നക്ഷത്ര ആമയുടെയും വാസസ്ഥലം ഏതാണ്? ചിന്നാർ വന്യജീവി സങ്കേതമാണ്. ചിന്നാർ വന്യജീവി സങ്കേതം. ഓക്കെ, അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്തത്. എല്ലാം ജോഗ്രഫി, വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ. SCRT ഫാക്സും PSC ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഹർഷിതം എഡ്യൂടെക് ആപ്പിൽ ക്ലാസ്സുകളെല്ലാം നടന്നു വരികയാണ്. അഡ്മിഷൻ ഓപ്പൺ ആണ്. ആപ്പ് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. പ്ലേ സ്റ്റോറിൽ ഹർഷിതം എഡ്യൂടെക് എന്ന് സെർച്ച് ചെയ്താൽ നമ്മുടെ ആപ്പ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും.